ADGP MR അജിത് കുമാറിന്റെ ശബരിമല യാത്രയിൽ ട്രാക്ടർ ഡ്രൈവറെ മാത്രം ഉൾപ്പെടുത്തി എഫ്ഐആർ. പമ്പ പോലീസാണ് കേസെടുത്തത്. 13 ഉച്ചയ്ക്ക് മരക്കൂട്ടത്ത് നിന്ന് 2 പേരെ കയറ്റിയെന്നും എഫ്ഐആർ. കെആർ സാജു വിവരങ്ങൾ നൽകും. സാജു, ഡ്രൈവറെ മാത്രം പഴി ചാരിക്കൊണ്ടുള്ള ഒരു എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അജിത് കുമാറിനെതിരെ വിമർശനങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ ADGP കൂടിയാണ്. ആരോ വിളിച്ചു കയറ്റി എന്നുള്ള മട്ടിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണോ ഇപ്പോൾ കുറ്റം? ഇവിടെയും അജിത് കുമാറിനെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ ADGPയെ കൂടി പ്രതിഷ്ഠമായിരുന്ന എഫ്ഐആറിൽ അതിന് തുനിയാതെയാണ് ഇപ്പോൾ പമ്പ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതിൽ ട്രാക്ടറിന്റെ ഡ്രൈവറെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് ഒരു എഫ്ഐആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മളത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ മാത്രമാണ് ഇതിനകത്ത് പ്രതി ചേർത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ആകെ സംശയിക്കപ്പെടുന്ന പ്രതിയായി പറയുന്നത് KL01 TN 3057 ട്രാക്ടർ ഡ്രൈവർ എന്ന് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ആ അഡ്രസ് അറിയില്ല എന്ന് കൂടി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. തുടർന്ന് എഫ്ഐആറിൽ പ്രധാനമായും വിശദീകരിക്കുന്ന ഭാഗങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പമ്പ സന്നിധാനം ചരക്ക് കയറ്റി പോകുന്നതിന് മാത്രം അനുമതിയുള്ള ട്രാക്ടറുകളെ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കെ ആയതിനു വിരുദ്ധമായി പ്രതി ഡ്രൈവറായി ചുമതല വഹിച്ചിരുന്ന KL01 TN 3056 എന്ന നമ്പർ ട്രാക്ടർ വാഹനം സ്വാമി അയ്യപ്പൻ റോഡിൽ കൂടി അലക്ഷ്യമായും അപാകമായും മനുഷ്യജീവന് ആപത്ത് വരത്തക്ക രീതിയിൽ 12/7/2025 തീയതി രാത്രി 9:05 മണിക്കൂറോട് 3 ആൾക്കാരെ കയറ്റിയിരുത്തി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോവുകയും 13/7/2025 തീയതി ഉച്ചയ്ക്ക് 1:40 2 പേരെ കയറ്റിയിരുത്തി മരക്കൂട്ടത്ത് നിന്നും പമ്പയിലേക്ക് ഓടിച്ചു വരുന്നതായി CCTV ദൃശ്യങ്ങളിലും മറ്റും കണ്ടിട്ടുണ്ട് എന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് ADGP യാത്ര ചെയ്യുന്നതിന് CCTV ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് തന്നെ നമ്മൾ ഈ എഫ്ഐആറിൽ നിന്ന് വായിച്ചെടുക്കണം. പക്ഷേ ഈ എഫ്ഐആറിൽ ഒരിടത്തും ADGP MR അജിത് കുമാറിനെ സംശയിക്കപ്പെടുന്ന പ്രതികളുടെ പട്ടികയിൽ ചേർക്കുന്നില്ല. അത് ഡ്രൈവറുടെ മാത്രം കുറ്റമായിട്ടാണ് ഈ എഫ്ഐആറിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ജിൽസി.